ഹായ് ഫിഷ് ഡോക്ടേഴ്സ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമ ഞാൻ ഈ അടുത്തിടെ ഒന്നുകൂടെ കാണുകയുണ്ടായി. അത് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അതിൽ റിലേറ്റബിൾ ആയിട്ട് തോന്നിയത് നിങ്ങളുമായിട്ടാണ്. അതായത് നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ വളരെ സീരിയസ് ആയിട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട്, വളരെ റിഗറസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. നമുക്കിനി അധികം ദിവസങ്ങളില്ല നമ്മുടെ നീറ്റ് എക്സാമിന്, അല്ലെ? നിങ്ങൾ നമ്മുടെ ലാസ്റ്റ് ലാപ്പ് ഓഫ് പ്രിപ്പറേഷനിലേക്ക് കയറി കഴിഞ്ഞു, റിവിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെ? നമുക്ക് അറിയാത്തതൊക്കെ നമ്മൾ നല്ലപോലെ പഠിക്കുകയാണ്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അതായത് അതിലെ ഹീറോ മഹേഷ്. അപ്പോൾ സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അല്ലേ? അപ്പോൾ മഹേഷിന് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഉണ്ടായി. അതായത് ആളുടെ മനസ്സിലെ വാശി, അതായത് ഒരാൾ പബ്ലിക്കായിട്ട് അപമാനിച്ചപ്പം ആൾക്ക് ഒരു ശക്തി ഇല്ലാത്തവനാന്ന് തോന്നിച്ചപ്പോൾ, ആളെ കൊണ്ടൊന്നും നടക്കില്ല, കൂട്ടിയാൽ കൂടില്ല എന്നൊക്കെ തോന്നിയ ഒരു സമയത്ത് ആൾക്ക് മനസ്സിലുണ്ടായ ഒരു വാശി, അല്ലേ? അതായത് ചെരുപ്പില്ലാണ്ട് നടന്നും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഫൈറ്റ് ചെയ്ത് ജയിക്കാനുള്ള കഴിവിന് വേണ്ടിയിട്ട് ആ ഒരു പ്രാക്ടീസ് ചെയ്തും, അല്ലെ, ഇതൊക്കെ കരാട്ടെ ഒക്കെ പഠിച്ചു, അങ്ങനെയൊക്കെ ആള് ഭയങ്കരമായിട്ട് ആളെ പ്രിപ്പയർ ചെയ്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത്. അതിന്റെ ഇടയ്ക്ക് ആളുകൾ പറയുന്നുണ്ട്, മക്കളോട് പറയുന്ന പോലെ തന്നെ, നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ, നിനക്ക് എന്താ വട്ടാണോ, നീ എന്തിനാ ഇങ്ങനെ വാശി പിടിച്ച് നടക്കുന്നത്, നിനക്കൊരു ചെരുപ്പ് മേടിച്ചിട്ടൂടെ, അങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങളെ ഇതുപോലെ തന്നെ ഇടിച്ച് താഴ്ത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും. ഈ ഒരു റിഗറസ് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നടക്കുന്ന സമയത്തും, നിങ്ങളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്തും നിങ്ങൾക്കത് തരാത്ത ആളുകളുണ്ടാവും. എന്നാൽ ഈ മഹേഷിന്റെ കൂടെ മഹേഷിന്റെ വികാരങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളെ നമുക്ക് ആ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ മഹേഷിന്റെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് എന്തായിരുന്നു? ആ ഫൈനൽ ഫൈറ്റ്, അല്ലെ? അതായത് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ച ആളെ താൻ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ ശക്തി കൊണ്ടും, അല്ലെ, ആത്മവിശ്വാസം കൊണ്ടും ഫൈറ്റ് ചെയ്ത് ആള് ജയിച്ചു എന്ന് വെച്ച് മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നതിലൂടെ അല്ല ആളുടെ സന്തോഷം കണ്ടെത്തിയത്. എന്നെ അപമാനിച്ചതിന് പകരം ഞാൻ വീട്ടി. കറക്റ്റ്, യെസ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു വാശി, അല്ലേ, നമ്മുടെ മനസ്സിൽ ആ നീറ്റൽ ഉണ്ടാവണം, അല്ലേ? നീറ്റൽ നമുക്ക് എന്താ പറയുക, നമുക്ക് അത് കണക്ട് ചെയ്യാം. ആ ഒരു നീറ്റൽ വേണം, നമുക്ക് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യണം എന്നുള്ള ആ ഒരു വാശി. മക്കൾ നല്ലപോലെ പഠിക്കുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് വേണ്ടേ നമുക്ക്? നിങ്ങളുടെ ലൈഫിലെ ആ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് നിങ്ങളുടെ ആ 3 മണിക്കൂറാകാം, 3.25 മണിക്കൂർ മെയ് 5-ന് നിങ്ങൾ ആ എക്സാം ഹോളിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന സമയം, അതായിരിക്കണം നിങ്ങളുടെ മഹേഷിന്റെ ലാസ്റ്റത്തെ ഫൈറ്റ് പോലത്തെ ഫൈറ്റ്, നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്. അതിനുശേഷം എന്ത് നടക്കട്ടെ, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്തു എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം വേണം. ബിക്കോസ് ഓൾ വി വോണ്ട് ഇസ് ടു ലിവ് എ റിഗ്രറ്റ് ഫ്രീ ലൈഫ്. നമ്മൾ ഒരു 10 വർഷം കഴിഞ്ഞ്, കുറേ വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ അത്ര വർഷമൊന്നും പോകണ്ട, മെയ് 5-ാം തീയതി കഴിഞ്ഞ് മക്കൾ തിരിഞ്ഞു നോക്കുമ്പോൾ യു ഷുഡൻറ്റ് ഹാവ് എനി റിഗ്രറ്റ്സ് ദാറ്റ് കുറച്ചും കൂടെ അന്ന് ഞാൻ നല്ലപോലെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ലപോലെ സ്കോർ ചെയ്യായിരുന്നു, അല്ലേ? അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആലോചിക്കില്ലേ, 10th മാർക്കിനെ കുറിച്ച് നമ്മൾ എന്താ ആലോചിക്കുന്നത്? ഞാൻ കുറച്ചും കൂടെ അന്ന് ഉഴപ്പാണ്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഫുൾ A+ കിട്ടിയിരുന്നു. അല്ലെങ്കിൽ +2-ൽ ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഉഴപ്പി നടന്നില്ലായിരുന്നു, എനിക്ക് കുറച്ചും കൂടെയൊക്കെ സ്കോർ ചെയ്യായിരുന്നു, എന്നെ കൊണ്ട് പറ്റുമായിരുന്നു, അല്ലേ? സോ നമുക്ക് അതുപോലെയുള്ള റിഗ്രറ്റ്സ്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കാര്യമാണെങ്കിലും, അന്ന് ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് വിഷമാവില്ലായിരുന്നു. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യന്മാരുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണിത്. സി, എവ്രിബഡി വോണ്ട്സ് എൻഡ് ഓഫ് ദ ഡേ എ പീസ്ഫുൾ ലൈഫ്. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റണം. അല്ലാണ്ട് ഇങ്ങനെ റിഗ്രറ്റ്സ് കൊണ്ട് അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ബെറ്റർ ആയേനെന്ന് ആലോചിച്ചാണ് ആളുകൾക്ക് ഹെൽത്ത് ഇഷ്യൂസും മെൻ്റൽ ഇഷ്യൂസും ഒക്കെ വരുന്നത്, അല്ലേ? ഫിസിക്കലി മെൻ്റലി ആളുകളെ തളർത്തുന്നത് ഈ റിഗ്രറ്റ്ഫുൾ ലൈഫാണ്. സോ എൻ്റെ മക്കൾക്ക് ആ റിഗ്രറ്റ്ഫുൾ ലൈഫ് ഉണ്ടാവാണ്ടിരിക്കട്ടെ. എൻ്റെ എല്ലാ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനും, ഈ മെസ്സേജ് കേൾക്കുന്ന ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആവാൻ പഠിക്കുന്നവരും അല്ലാത്തവർക്കൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതാണ്: ലെറ്റ്സ് നോട്ട് ഹാവ് എ റിഗ്രറ്റ്ഫുൾ ലൈഫ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ മഹേഷിനെ പോലെ നമ്മൾ ഫൈറ്റ് ചെയ്യും. നമ്മുടെ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ് നമുക്ക് ആ 3-3.25 മണിക്കൂർ ആക്കാൻ വേണ്ടി പറ്റും. ഐ എം ഷുവർ യു ക്യാൻ ഡു ഇറ്റ്, മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. റിഗ്രറ്റ്സ് ഇല്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. നീറ്റിൻ്റെ സ്കോർ എന്തുമാവട്ടെ, നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടും, അതെന്താണെങ്കിലും ഷുവറാണ്. പക്ഷേ ലെറ്റ്സ് നോട്ട് ഹാവ് എ റിഗ്രറ്റ്ഫുൾ ലൈഫ്. അപ്പോൾ നല്ലപോലെ പഠിക്കുക. കീപ് ഫൈറ്റിംഗ് മൈ വാരിയേഴ്സ്, മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഓൾ ദ വെരി ബെസ്റ്റ്. 8-ന്റെ ഒരു ലൂണാണ് ശരിക്കും